ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഒരു സെഗ്മെൻറ്റിൽ 10ാമത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്, അതായത് 10 മഹാമാരികളെക്കുറിച്ച് നിരന്തരം കേൾക്കുകയും എന്നാൽ ആ 10 മഹാമാരികൾക്ക് ശേഷം ചെങ്കടലിനെ പിളർത്തി ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ 40 വർഷക്കാലം മരുഭൂമിയിലായിരിക്കുമ്പോൾ അവരുടെ തെറ്റുകൊണ്ട്, അവരുടെ തിന്മ കൊണ്ട്, അവരുടെ പ്രവൃത്തി കൊണ്ട് 10ഓളം ന്യായവിധികൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ അയച്ചു എന്നൊരു വിഷയം നമ്മൾ പലപ്പോഴും കാണാതെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു മേഖലയാണ്. 10 മഹാമാരികളെക്കുറിച്ച് ഘോരഘോരം പ്രഘോഷിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന നമ്മൾ, 10 കൽപ്പനകളെ കാര്യമായി എടുക്കുകയും ചെയ്യുന്ന നമ്മൾ, ദൈവത്തിൻ്റെ ഈ 10 ന്യായവിധികളെക്കുറിച്ച്, ദൈവം പ്രവർത്തിച്ച 10 വിവിധമായ ഇസ്രായേൽ ജനം തൻ്റെ കാനാൻ ദേശത്തേക്കുള്ള ഈ യാത്രയുടെ ഇടയിൽ, അതായത് ദൈവജനം ക്രിസ്തുവാകുന്ന ക്രൂശിനെ നോക്കിക്കൊണ്ട് ദൈവരാജ്യത്തിലേക്ക്, സ്വർഗത്തിലേക്കുള്ള ഈ യാത്രയുടെ മധ്യേ സംഭവിക്കാൻ സാധ്യതയുള്ള 10ഓളം മേഖലകളെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പരിശോധിച്ചത്. അതിനകത്ത് 10ാമത്തെ മേഖലയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട മേഖല, അതാണ് 10ാമതായി നമ്മൾ കാണുന്നത്. ഇവിടെ 2 പ്രധാനപ്പെട്ട വ്യക്തികളെ നമുക്ക് കാണാം. ഒന്ന് ബാലാം, മറ്റൊന്ന് ബാലാക്ക്. ബാലാം ഒരു പ്രവാചകനാണ്. ബാലാക്ക് ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു രാജാവാണ്. ബാലാക്കിനെ സംബന്ധിച്ചൊരു ആഗ്രഹം ഇസ്രായേലിനെ നശിപ്പിക്കണം. കാരണം ഇസ്രായേൽ ഇതാ വലിയൊരു ജനമായി വരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൻ്റെ രാജ്യം നശിക്കും, തകർക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ ഈ പറയുന്ന ബാലാക്ക് ബാലാമിന് ഒത്തിരി ഓഫറുകൾ വയ്ക്കുക. പണം വയ്ക്കുന്നു, മറ്റ് സൗകര്യങ്ങൾ വയ്ക്കുന്നു, മറ്റെല്ലാ കാഴ്ചകളും അവന് ഓഫറായിട്ട് വയ്ക്കുന്നു. അങ്ങനെ ഓഫറായിട്ട് വെച്ചപ്പോൾ ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ പോയിക്കോട്ടെ? ദൈവം പറഞ്ഞു, നോ, നീ പോകരുത്. അങ്ങനെ പറഞ്ഞിട്ടും ബാലാം വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ പോയിക്കോട്ടെ? ദൈവം പറഞ്ഞു, നീ പോയിക്കോ. കാരണം ദൈവത്തിന് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് മോശയ്ക്കറിയാം, പ്രവാചകന്മാർക്കറിയാം, പഴയ നിയമ ദൈവസഭകളിലുള്ള എല്ലാവർക്കും അറിയാം. നമുക്കതറിയാൻ പാടില്ലാത്ത ഇപ്പോഴും നമ്മൾ പലതിൻ്റെയും പിന്നാലെ ഇങ്ങനെ ഓട്ടത്തിൻ്റെ വ്യഗ്രതയില്ല. കാരണം നമുക്ക് ആവശ്യം ബാലാമിനെ പോലെ ബാലാക്ക് കൈനീട്ടി വെച്ച ചില കാഴ്ചകളും പണവുമാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ബാലാമിനും ബാലാക്കിനും സംഭവിച്ചോ അത് തന്നെ നമുക്ക് സംഭവിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരിക. ഇത് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഈ ബാലാം ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ, തകർക്കാൻ, ശപിക്കാൻ പാറയുടെ മുകളിൽ കയറിയിരുന്നു. പലപ്പോഴും പാറയുടെ മുകളിലും പല സ്ഥലത്തും കയറിയിരുന്ന് ഇവരെ ശപിക്കാൻ പോയി നിൽക്കുമ്പോഴെല്ലാം ആദരം ബാലാം തുറക്കുമ്പോൾ മുതൽ അനുഗ്രഹമല്ലാതെ ശാപമൊന്നും വരത്തില്ല. അത് നമ്മൾ സംഖ്യാപുസ്തകം അതിൻ്റെ 23-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളാണ് കാണുന്നത്. അതിൻ്റെ 9-ാം വാക്യം മാത്രം നമ്മൾ വായിക്കുകയാണ്. പാറക്കെട്ടുകളിൽ നിന്നും ഞാൻ അവനെ കാണുന്നു, മലമുകളിൽ നിന്നും ഞാൻ അവനെ നിരീക്ഷിക്കുന്നു. വേറിട്ട് പാർക്കുന്ന ഒരു ജനം, ജനതകളോട് ഇടകലരാത്ത ഒരു ജനം. ഇവിടെ എന്തുകൊണ്ട് എനിക്ക് അവരെ ശപിക്കാൻ കഴിയുന്നില്ല? ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ആ ദൈവം പത്സിക്കാത്തവനെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചതിൻ്റെ റീസൺ പറയുകയാണ്. ബാലാമിന് ആഗ്രഹമുണ്ട്, ബാലാക്ക് പറഞ്ഞതുപോലെ ഇതിനെ ശപിക്കണമെന്നും തകർക്കണമെന്നും ഇല്ലാതാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു രീതിയിലും കഴിയുന്നില്ല. കാരണം അതിൻ്റെ റീസണാണ് ബാലാം തന്നെ പറയുകയാണ്, മലമുകളിൽ നിന്ന് ഞാൻ അവനെ കാണുമ്പോൾ അവന് മറ്റുള്ള ജനവുമായിട്ടൊരു വ്യത്യസ്തതയുണ്ട്. എന്താണ് ആ വ്യത്യസ്തത? അവർ വേറിട്ട് പാർക്കുന്നൊരു ജനം. വിഗ്രഹാരാധനയിൽ നിന്നും വേറിട്ട് പാർക്കുന്നു, അന്യ ആരാധന രീതികളിൽ നിന്നും, ഈ പറയുന്ന പെയോറിലെ ബാലിൽ നിന്നും, അഷേരയിൽ നിന്നും, അന്നുണ്ടായിരുന്ന സകല വിഗ്രഹങ്ങളിൽ നിന്നും, സകല തിന്മകളിൽ നിന്നും വേറിട്ട് പാർക്കുന്നൊരു ജനത. മറ്റുള്ളവരോട് ഇടകലരാത്ത, അതും എൻ്റെയാണ്, ഇതും എൻ്റെയാണ്, ഓക്കെ, ഓണം പോരട്ടെ, അതും നമ്മുടെ സ്വന്തം, ക്രിസ്മസ് പോരട്ടെ, അതും ഞങ്ങളുടെ സ്വന്തം, വിഷു പോരട്ടെ, അതും ഞങ്ങളുടെ സ്വന്തം, ഇനി റംസാനോ, അതും ഞങ്ങളുടെ സ്വന്തം, എല്ലാം ഞങ്ങളുടെ, ഞങ്ങളൊക്കെ എല്ലാത്തിലും പെടുന്നവരാണ് എന്ന് ചിന്തിക്കാതെ ക്രിസ്തു പറഞ്ഞ ക്രിസ്റ്റോസെൻട്രിക് ആയിട്ടുള്ള ദൈവം നൽകിയ ദൈവീക മാനദണ്ഡങ്ങളെ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനത, എല്ലാത്തിനെയും ഒന്നായി കാണാത്ത ഒരു ജനത. സഹോദര സ്നേഹമുണ്ട്, എന്നാൽ മതസൗഹാർദ്ദമല്ല സഹോദര സ്നേഹം എന്ന തിരിച്ചറിവുള്ളൊരു ജനത. മറ്റുള്ളവരെ എല്ലാവരെയും ശത്രുവായിട്ട് കാണേണ്ട ആവശ്യമില്ല, എല്ലാവരും സ്നേഹത്തോട് കാണാം. എല്ലാ മതങ്ങളെയും, മതപണ്ഡിതന്മാരെയും, മറ്റുള്ള ശ്രേഷ്ഠന്മാരെയും ശ്രേഷ്ഠന്മാരായിട്ട് തന്നെ കാണാം. എന്നാൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കട്ടെടുത്ത് സ്വന്തമാക്കിയിട്ടല്ല അത് ശ്രേഷ്ഠമായിട്ടെന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുകയും ചെയ്യേണ്ടത്. അതവർ സ്വന്തമായിട്ട് എടുക്കട്ടെ. നമ്മളുടെ ശ്രേഷ്ഠമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസവും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണം. അവിടെയാണ് യഥാർത്ഥ സൗഹൃദം നമുക്കുള്ളത്. എൻ്റെ ഉള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതാണ് സൗഹൃദം, അതാണ് സ്നേഹം. മറ്റുള്ളവരുടെ സ്വന്തമാക്കുന്നതല്ല സൗഹൃദം, അത് യഥാർത്ഥ സൗഹൃദമല്ല, അത് അത്യാഗ്രഹമാണ് യഥാർത്ഥത്തിൽ. അത് ദൈവം ആഗ്രഹിക്കുന്നതുമല്ല. മാനുഷികമായ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും അവരുടേതായ എല്ലാം സ്വന്തമാക്കി ഇത് എൻ്റേതെന്ന് പറയുന്നത് ഒരിക്കലും സൗഹൃദമല്ല. അതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കാൻ പാടില്ല. അവരുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ശ്രേഷ്ഠമായി കരുതി അത് അവർക്ക് തന്നെ സമർപ്പിക്കുന്നതാണ്. എന്നാൽ നമ്മളുടെ ആചാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ, നമ്മുടെ സ്വന്തമായുള്ളവരെ മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സൗഹൃദം യഥാർത്ഥത്തിൽ. ആ സൗഹൃദം നമ്മളുടെ ഇടയിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. അത് വളരെ കുറവാണ്. പകരം ഈ മനുഷ്യൻ മേന്മയായി കാണുന്ന പല കാര്യങ്ങളും നമുക്കുള്ളത്.
അതാ ഇവിടെ ദൈവം പറയുന്നത്, പാറക്കെട്ടുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, മലമുകളിൽ ഞാൻ അവനെ നിരീക്ഷിക്കുന്നു. വേറിട്ട് പാർക്കുന്ന ഒരു ജനത, ജനതകളോട് ഇടകലരാതെ, അവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മറ്റ് സംഭവങ്ങളുമായി ഇടകലർത്താതെ വേറിട്ട് ആ കാര്യത്തിൽ, വിശ്വാസപരമായ കാര്യത്തിൽ ഞങ്ങൾ തികച്ചും വ്യത്യസ്തരാണ് എന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അതിന് സ്ട്രിക്റ്റായ ഒരു മാനദണ്ഡം വെക്കുകയും ചെയ്യുന്ന ഒരു ജനമാണ് ഇസ്രായേൽ ജനം. അവരെ ശപിക്കാൻ ആർക്കും പറ്റത്തില്ല, അവരെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് 23-ാം വാക്യം പറയുകയാണ്, ഇസ്രായേലിന് ആഭിചാരം ഏൽക്കിയില്ല, യാക്കോബിന് ക്ഷുദ്രവിദ്യ ഫലിക്കത്തില്ല. ഏത് ചാത്തനോ മർദ്ദയോ എന്ത് തന്നെ വന്നാലും തൊടാൻ പറ്റത്തില്ലെന്ന്. ഒരാൾ വന്നാലും എന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം എന്താ? ദൈവമാണ് അവരെ നിർത്തിയിരിക്കുന്നത്. ഇസ്രായേലിന് അതുകൊണ്ട് ആഭിചാരം, എന്തുകൊണ്ട്? ജനതകളോട് ഇടകലരാത്തത് കൊണ്ട്, അന്യ ആരാധന ചെയ്യാത്തത് കൊണ്ട്, ബാലിൻ്റെ പിന്നാലെ പോകാത്തതുകൊണ്ട്, അഷേരയുടെ പിന്നാലെ പോകാത്തതുകൊണ്ട്, ഈ പറയുന്ന അഷേരയുടെയോ ബാലിൻ്റെയോ മറ്റൊരു സേവയോ ഒരു മന്ത്രവാദമോ ഒരു ആഭിചാരമോ ഏൽക്കത്തില്ല എന്ന് വ്യക്തമായിട്ട് പറയുക. ബാലാമിന് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. ഈ ജനത്തെ നശിപ്പിക്കാൻ കഴിയത്തില്ല, ഇവർക്കെതിരെ പ്രവചിക്കാൻ പറ്റത്തില്ല. ബാലാം തികച്ചും പണക്കുതീനായതുകൊണ്ട് ബാലാക്ക് നീട്ടിയ സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ട് ബാലാം ഒരു വിദ്യ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇവരെ ഒരൊറ്റ തലത്തിലേ നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ, വേറൊന്നും ചെയ്യേണ്ട, ഇത് ചെയ്താൽ ബാക്കിയുള്ളത് തന്നെ നടന്നോളും. അതായത് വിജാതീയ സ്ത്രീകളെ ഇവരുമായി വിവാഹം ചെയ്യിപ്പിക്കുക, ഒരു മിക്സഡ് മാരേജ് നടത്തുക. ഈ വിവാഹ സ്ത്രീകളെ ഇവരുമായി വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീകൾ തന്നെ അവരുടെ അക്ഷരയുടെ പിന്നാലേക്ക്, ബാലിൻ്റെ പിന്നാലേക്ക് ഇവർ വലിച്ചുകൊണ്ട് പോയിക്കോളും. കാരണം പുരുഷൻ എപ്പോഴും അങ്ങനെ ഒരു കാര്യമുണ്ട്, സ്ത്രീയുമായിട്ടുള്ളൊരു സ്നേഹബന്ധം അവൻ എപ്പോഴും നിലനിൽക്കുമ്പോൾ ആ മേഖലയിൽ സ്ത്രീ പറയുന്ന ഏത് പൈശാചിക മേഖലയിലേക്കും പുരുഷനെ വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക ശക്തി ഇവനുണ്ട് എന്നുള്ളത് ബാലാമിനെ തിരിച്ചറിയാൻ പറ്റും. ബാലാം അതാ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങളുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുക, നിങ്ങളുടെ പുരുഷന്മാർ അവരിൽ നിന്നും സ്ത്രീകളെ കണ്ടെത്തുക, ഇങ്ങനെ മിക്സഡ് മാരേജ് നടത്തുക. ഇങ്ങനെ നടത്തിയിട്ട് നിങ്ങളുടെ ദേവന്മാരിലേക്കും ദേവതമാരിലേക്കും അവരെ തിരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശാപം തനിയെ വന്നോളൂ, ഞാൻ ശപിക്കൊന്നും വേണ്ടെന്ന്. ഒരു പ്രവാചകനൊന്നും ചെയ്യണ്ട, ഒന്നും തൊടണ്ട, ഇസ്രായേൽ തന്നെ നശിച്ചോളും, വേറൊന്നും ചെയ്യണ്ട. ഇത് ബാലാമിന് മനസ്സിലായി. ബാലാം അത് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് നമ്മൾ 25-ാം അധ്യായം, സംഖ്യാപുസ്തകം 25. ഷിത്തിമിൽ പാർക്കുമ്പോൾ മോവാബ് സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിൽ ബാലിനെ സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് മോശയോട് അരുളി ചെയ്തു, ജനത്തിൻ്റെ തലവന്മാരെ പിടിച്ച് കർത്താവിൻ്റെ മുമ്പാകെ പരസ്യമായി തൂക്കിലിടുക. കർത്താവിൻ്റെ ഉഗ്രകോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പെയോറിലെ ബാലിൻ്റെ അടിമകളായി തീർന്ന നിങ്ങളുടെ ആളുകളെ വധിക്കുവിൻ. മോശയുടെ കാലത്തെ കൽപ്പന അതായിരുന്നു. ആ വധം ദൈവം മോശയിലൂടെയും തൻ്റെ ജനത്തിലൂടെയും നടത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മളുടെ ന്യായാധിപന്മാർ, നമ്മുടെ നേതാക്കന്മാരായിരിക്കണം, നമ്മളെ ന്യായമായി നമ്മളെ നയിക്കേണ്ട ആളുകൾ ഇത്തരം അക്ഷരയുടെ മുൻപിലേക്ക്, ഇത്തരം ബാലിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. പലപ്പോഴും ഈ അക്ഷരയുടെയും ബാലിൻ്റെയും പ്രതിരൂപങ്ങളായ പലതിൻ്റെയും പിന്നാലെ നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം വിലക്കിയിരിക്കുന്ന, ഒരിക്കലും നിങ്ങൾ പോകരുത് എന്ന് ദൈവം വ്യക്തമായി കൽപ്പനകളിലൂടെ നമ്മളോട് പറഞ്ഞ ഇത്തരം ബാലിൻ്റെയും അക്ഷരയുടെയും പിന്നാലെ പോകാൻ ഏതൊക്കെ ന്യായാധിപന്മാരോ നേതാക്കന്മാരോ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടോ, കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, ഇത്തരം ന്യായാധിപന്മാരെ, ഇത്തരം നേതാക്കന്മാരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പാതാളങ്ങളിലേക്ക് പോകുന്ന സമയം വിദൂരമല്ല. ബാലാക്കിന് സംഭവിച്ചത്, ബാലാമിന് സംഭവിച്ചത്, ഈ ബാലാമിൻ്റെ ഉപദേശം കേട്ട് അന്യ ദേവതമാരെ, അന്യ ആരാധനകളിലേക്ക് അല്ലെങ്കിൽ എല്ലാത്തിനും അനുവാദം കൊടുത്തവരോടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ദുരിതം. ഇന്ന് നമ്മുടെ പ്രത്യേകത ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് നടക്കുന്ന മിക്സഡ് വിവാഹങ്ങൾ. ഒരു രീതിയിലും ക്രിസ്തീയ വിശ്വാസമില്ലാത്ത വിവാഹങ്ങൾ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മധ്യം നടത്തി കൊടുക്കുന്ന ആളുകൾ എനിക്കറിയാം. അങ്ങനെ നടത്തി കൊടുക്കുന്ന സംഭവങ്ങൾ ഇവിടെയുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, പലവിധ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. വിദേശ രാജ്യത്ത് പിന്നെ ഇത് ആവശ്യത്തിലധികമാണ്. അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വിശ്വാസം നിർജീവമായി പോയൊരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ആയിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചേക്ക്, ബാലാക്കിന് എന്ത് സംഭവിച്ചു, ബാലാമിന് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ കോപം, ഉജ്ജ്വലമായ കോപം അതിൻ്റെ മേൽ ചൊരിഞ്ഞു എന്ന് നമുക്ക് വചനത്തിൽ കാണാം. സംഖ്യാപുസ്തകം അതിൻ്റെ 31-ാം അധ്യായത്തിൽ കാണുന്ന കൃത്യമായി ബാലാക്ക് നശിച്ചു. ബാലാം അവൻ തകർന്നു, അവൻ ഇല്ലാതെയായി. സംഖ്യ 25-ന്റെ 6-ാം വാക്യം, മോശയും സമാഗമന കൂടാര വാതിൽക്കൽ വിലപിച്ചുകൊണ്ട് നിന്ന് ഇസ്രായേൽ ജനം മുഴുവൻ കാണുക, ഒരു ഇസ്രായേൽക്കാരൻ തൻ്റെ വീട്ടിലേക്ക് മിദ്യാന സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരുന്നു. പരസ്യമായ വ്യഭിചാരം നടത്തുന്നു. മോശ അവിടെ നിന്ന് കരയുക ദൈവസന്നിധിയിൽ.
ഇസ്രായേൽ ജനം നിന്ന് കരയുക ദൈവസന്നിധിയിൽ. ഇത് നിക്ക് തന്നെ ആ കവാടത്തിൻ്റെ മുൻപിക്കൂടെ ഒരു മിദ്യാനി വേശ്യാസ്ത്രീയെ കൊണ്ട് അതിൻ്റെ മുൻപിക്കൂടെ പരസ്യമായി പോകുന്ന ഒരു ഇസ്രായേൽക്കാരനെ കാണുക. ഇത് നമ്മൾ ഈ ചുറ്റുപാട് ഇതേ മേഖല തന്നെയുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാലയങ്ങളിലും ഇതേ മേഖല തന്നെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ അമ്പ് പെരുന്നാൾ നടക്കുക. വലിയ പെരുന്നാളാണ്. ബെല്ലി ഡാൻസ് ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു ഐറ്റം. ബെല്ലി ഡാൻസ് നടക്കുന്നത് എന്തുവാ? പെരുന്നാൾ. ഈ പെരുന്നാളിന് വിശുദ്ധനെ ആചരിക്കുന്ന വിശുദ്ധൻ്റെ വിശുദ്ധിയൊക്കെ നോക്കി അമ്പ് പെരുന്നാൾ നടത്തി, വലിയ പെരുന്നാൾ നടത്തി, വെടിക്കെട്ട് നടത്തി, അതിനൊപ്പം ജനങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു റഷ്യൻ സുന്ദരിയെ കൊണ്ടുവന്ന് ബെല്ലി ഡാൻസ് നടത്തുക. പരസ്യമായി, രഹസ്യമായിട്ട് ആരെയും വീട്ടിലോ മറ്റേ റൂമിൻ്റെ അകത്തൊന്നുമല്ല, പരസ്യമായി സ്റ്റേജ് കെട്ടി ലൈറ്റിട്ട് ലോകം മുഴുവൻ കാണുക, ബെല്ലി ഡാൻസ് നടത്തുക. കർത്താവ് നമ്മളോട് പൊറുക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇവിടെ വ്യക്തമായിട്ട് പറയുക, മോശ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ കാണുക ഒരു ഇസ്രായേൽക്കാരൻ തൻ്റെ വീട്ടിലേക്ക് മിദ്യാന സ്ത്രീയെ കൊണ്ടുപോയി. പുരോഹിതനായ അഹ്റോൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ഫിനഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തം എടുത്തു കൊണ്ടുപോയി സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി ആ ഇസ്രായേൽക്കാരൻ്റെ പുറകെ അവൻ്റെ അകത്ത് ചെന്ന് അവരിരുവരെയും, ഇസ്രായേലിനെയും സ്ത്രീയെയും ഉദരം തുളയ്ക്കുന്ന തരത്തിൽ കടക്കവിധം അവൻ കുത്തി. ഫിനഹാസ് ചെയ്ത പ്രവൃത്തി നിങ്ങൾ ശ്രദ്ധിച്ചു. ഇന്ന് ഫിനഹാസന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ? അത്രയും പരസ്യമായി വ്യഭിചാര വിദ്യയിൽ ഏർപ്പെട്ടത് കണ്ടിട്ട് അതിനെതിരെ ഒരു വാക്ക് നമ്മളിൽ എത്ര പേർക്ക് പറയാൻ പറ്റി? ഞാൻ ഈ പറയുന്ന എത്ര പേര് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാ ഈ ചാലക്കുടിയിൽ നടക്കുന്ന ഈ ഒരു പ്രവൃത്തി, അതായത് ഈ ബെല്ലി ഡാൻസിനെ കുറിച്ച്. അതൊക്കെ ഒരു രസമല്ലേ ബ്രദറെ? പിന്നെ രസമാണ്. ഈ രസം ചെയ്തവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ മുൻപ് പോയവർ. ഈ രസം ചെയ്തവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഈ രീതിയിൽ എല്ലാത്തിനെയും സിമ്പിളായി കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സീരിയസ്നെസ്സിനെ, ദൈവത്തിനെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് അതിൻ്റെ താഴോട്ടുള്ള വാക്യത്തിലുണ്ട്. 9-ാം വാക്യം 25-9. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. 24,000 പേര്, 24,000. മഹാമാരി, ദൈവത്തിൻ്റെ ആ വലിയ ക്രോധം അതിൻ്റെ മേൽ ഇറങ്ങി വന്നു എന്ന് നമുക്ക് കാണാം. നമ്മൾ ഈ കഴിഞ്ഞ 10 വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഇതായിരുന്നു. 10 പ്രധാനപ്പെട്ട മേഖല ഈജിപ്തിലെ ജനത്തെ ദൈവം കാണിച്ചു കൊടുത്തു. 10 മഹാമാരികൾ കാണിച്ചു കൊടുത്തു. പക്ഷേ ദൈവരാജ്യത്തിലേക്കുള്ള നടക്കലിൽ ദൈവം 10 ന്യായവിധിയും കൊടുത്തിട്ടുണ്ട്. നിന്റെ തെറ്റിനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് വേണം. ഇത് പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ തെറ്റുകളെ ന്യായം വിധിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. യേശുവിനെ അല്ലാതെ മറ്റൊന്നിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാതെ, ബാലിലേക്കോ അശേരയിലേക്കോ മറ്റ് ആരാധന രീതികളിലേക്കോ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് മേഖലകളുണ്ട്. ഇതൊന്നും ദൈവത്താൽ സ്ഥാപിതമല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളിൽ നിന്നും വിപരീതമായി മറ്റൊന്നിലേക്ക് ഞാൻ പോകത്തില്ല, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു വിശ്വാസം നമ്മളിൽ ബലപ്പെടട്ടെ. ബാലാമിൻ്റെ കഴുതയെപ്പോലെ സംസാരിക്കുവാൻ, ആ കഴുതയ്ക്ക് സംഹാരദൂതനെ കാണാൻ പറ്റിയതുപോലെ ദൈവത്തിൻ്റെ സംഹാരദൂതനെ, ന്യായവിധിയെ കാണുവാൻ നമ്മൾ ഓരോരുത്തരും ഒരു കഴുതയായി മാറിയാലും കുഴപ്പമില്ല. ആ കഴുതയുടെ ബുദ്ധിയെങ്കിലും നമുക്ക് കിട്ടിയാലും കുഴപ്പമില്ല. അങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ സംഹാരദൂതനെ കണ്ട് രക്ഷ നേടുവാൻ, അനുഗ്രഹം നേടുവാൻ, മരണത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെടുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. യേശുവിനെ മാത്രം ആരാധിക്കുക, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക, സകല വിഗ്രഹങ്ങളോടും ഓടി അകലുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.